ട്രേഡ് ചെയ്യാൻ ഇഷ്ടമുള്ള എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് 200 EMAയുടെ കുറച്ച് സവിശേഷതകളാണ്. ഒത്തിരി സവിശേഷതകളുള്ള ഈ ഇൻഡിക്കേറ്റർ ട്രേഡർമാരും ഇൻവെസ്റ്റർമാരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ്. ഉദാഹരണത്തിന് 200 EMAയ്ക്ക് താഴെയാണ് ഒരു സ്റ്റോക്ക് എങ്കിൽ ആ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. 200 EMAയ്ക്ക് മുകളിലാണെങ്കിൽ ആ സ്റ്റോക്ക് അപ് ട്രെൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ 200 EMA ഒരു സ്റ്റോക്കിൽ സപ്പോർട്ടായിട്ടും റെസിസ്റ്റന്റ് ആയിട്ടും ആക്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇതൊരു ലാഗിംഗ് ഇൻഡിക്കേറ്റർ ആണ്. കൂടാതെ തന്നെ സ്റ്റോക്കിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഇൻഡിക്കേറ്റർ കാണിച്ചു തരും. അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം. അതെങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമുക്ക് ചാർട്ടിങ്ങിന്റെ വെബ്സൈറ്റിലോട്ടാണ് പോവേണ്ടത്. കണ്ടില്ലേ? ഈ സ്ക്രീനർ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ എന്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ എന്റെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. നിങ്ങളത് സെലക്ട് ചെയ്താൽ മതിയാവും. കണ്ടില്ലേ? സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റോക്ക് അബവ് 200 EMA എന്ന് പറയുന്ന ഒരു സ്ക്രീനറാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുന്നത്. അതായത് 200 EMAയ്ക്ക് മുകളിൽ വരുന്ന സ്റ്റോക്കുകളും അതിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ? ഒരുപാട് സ്റ്റോക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു 9 സ്റ്റോക്കോളം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്നില്ല. മനസ്സിലായില്ലേ? ഈ സ്റ്റോക്ക് എടുക്കുന്നില്ല. അതിനു പകരം 3 മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ക്രീനറിൽ വന്ന സ്റ്റോക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ? താഴെ ഒരു ഗ്രാഫ് പോലെ കാണുന്നത് കണ്ടില്ലേ? അതിൽ മെയ് 30 ആ ഒരു കാലഘട്ടത്തിലുള്ള സ്റ്റോക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ അറിയാൻ പറ്റും അത് ഏത് ദിവസത്തെ ഉള്ളതാണെന്ന്. നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ? 31/5 മെയ് 31ലുള്ള സ്റ്റോക്കുകളാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തേക്കുന്നത്. നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത്. നമുക്കത് സെലക്ട് ചെയ്യാം. ഓരോ സ്റ്റോക്കായിട്ട് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ? ഇത്രയും സ്റ്റോക്ക് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ സ്റ്റോക്കും നമുക്ക് വേണ്ട. നമുക്ക് അതിന്റെ ചാർട്ട് നോക്കിയിട്ട് മാത്രം നമുക്ക് നമ്മുടെ ട്രേഡിംഗ് വ്യൂയിലോട്ട് പോയിട്ട് ആഡ് ചെയ്യാം. കണ്ടില്ലേ? ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നേരത്ത് കണ്ടില്ലേ? ആൾറെഡി ഈ സ്റ്റോക്ക് മുകളിൽ പോയി താഴെ വന്ന് 200 EMAയിൽ ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും ആ സ്റ്റോക്ക് ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതായത് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് ഈ സ്റ്റോക്ക് ഉറപ്പായിട്ട് എടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്കൊരു അപ്പ് മൂവ്മെന്റ് ആയിരിക്കും ഈ സ്റ്റോക്ക് നൽകാൻ പോകുന്നത്. അടുത്തായി അടുത്ത സ്റ്റോക്ക് എടുക്കാം. കണ്ടില്ലേ? ഈ സ്റ്റോക്ക് കണ്ടില്ലേ? 200 EMAയ്ക്ക് നല്ല രീതിയിൽ ഒരു റെസിസ്റ്റന്റ് പോലെ നിപ്പുണ്ട്. ഉടനെ തന്നെ ബ്രേക്ക്ഔട്ട് നൽകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് എടുക്കാം. അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. ഈ സ്റ്റോക്ക് ആൾറെഡി 200 EMA ഒക്കെ ക്രോസ് ചെയ്ത് മുകളിൽ പോയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് തൽക്കാലം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് മുകളിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചിലപ്പോൾ ഇത് താഴോട്ടായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്ക് വേണ്ട. അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ? ഇതും അതേപോലെ തന്നെ 200 EMA ക്രോസ് ചെയ്ത് മുകളിൽ പോയിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് എടുക്കാം. കണ്ടില്ലേ? ഇതും ഒത്തിരി മുകളിൽ പോയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോക്ക് വേണ്ട. അതിനു പകരം അടുത്ത സ്റ്റോക്ക് എടുക്കാം. കണ്ടില്ലേ? ഈ സ്റ്റോക്ക് ക്രോസ് ചെയ്ത് മുകളിൽ പോയിട്ട് താഴെ വന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 200 EMAയ്ക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റോക്ക് ഉറപ്പായിട്ടും നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അടുത്ത സ്റ്റോക്ക് നോക്കാം. കണ്ടില്ലേ? ഇത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒത്തിരി താഴെയാണ്. 200 EMAയുടെ അടുത്തല്ല നിൽക്കുന്നത്. ഒത്തിരി താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് വേണ്ട. അടുത്ത സ്റ്റോക്ക് ഇതും ഒത്തിരി താഴെയാണ്. 21 EMAയ്ക്കും താഴെയാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. തൽക്കാലം ഇത് വേണ്ട. അടുത്ത സ്റ്റോക്കില് കണ്ടില്ലേ? ഈ സ്റ്റോക്ക് 200 EMAയ്ക്ക് നിയർലി നിപ്പുണ്ട്. 21 മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് കണ്ടില്ലേ? ഇത് 200 EMAയില് നമുക്ക് റെസിസ്റ്റന്റ് ആയിട്ട് ഒത്തിരി വട്ടം കൺസോളിഡേഷൻ മോഡിൽ നിപ്പുണ്ട്. ഇനി ഒരു ബ്രേക്ക്ഔട്ട് ആയിരിക്കും നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് ഉറപ്പായിട്ട് എടുക്കാം. അടുത്ത സ്റ്റോക്ക് ഈ സ്റ്റോക്ക് നമുക്ക് വേണ്ട. കാരണം ഇത് ഒത്തിരി താഴെയാണ്. 200 മൂവിംഗ് ആവറേജിനൊക്കെ താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് വേണ്ട. അടുത്ത സ്റ്റോക്ക് നമുക്ക് എടുക്കാം. അടുത്ത സ്റ്റോക്ക് കണ്ടില്ലേ? നോക്കിയാണ് 200 EMAയിൽ ഒത്തിരി വട്ടം സപ്പോർട്ട് എടുത്തിട്ട് ഈ സ്റ്റോക്ക് നിപ്പുണ്ട്. ഇപ്പോൾ ഒരു റെസിസ്റ്റന്റ് മോഡൽ ഒരു കൺസോളിഡേഷൻ ആയിട്ട് നിൽക്കുന്നത്. കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിയിൽ ഒരു അപ്പ് മൂവ്മെന്റ് നടത്താൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് എടുക്കാം. അടുത്ത സ്റ്റോക്ക് ഈ സ്റ്റോക്ക് ആൾറെഡി ഇപ്പം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അത് വേണ്ട. ഇത് നമുക്ക് വേണ്ട. നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. കണ്ടില്ലേ? ഇത് 200 EMAയില് സപ്പോർട്ട് എടുത്ത് ഒത്തിരി സപ്പോർട്ട് എടുത്ത് നിൽപ്പുണ്ട്.
ഇത് ഉടനെ തന്നെ ഒരു അപ്പ് മൂവ്മെന്റ് വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്പ് മൂവ്മെന്റ് നടത്താൻ സാധ്യതയുണ്ട്. ഈ സ്റ്റോക്ക് ആൾറെഡി മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് വേണ്ട. അടുത്ത സ്റ്റോക്ക് കണ്ടില്ലേ, നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് നിപ്പുണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് ഉറപ്പായിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, സ്റ്റോക്ക് എല്ലാം കൂടി ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 സ്റ്റോക്കോളം ഉണ്ട്. നമ്മളതിൽ 10 11 സ്റ്റോക്ക് ഉള്ളതിൽ 7 സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്കിനി കുറച്ച് ട്രെൻഡ് ലൈനൊക്കെ വരച്ച് നോക്കാം. കണ്ടില്ലേ, ഒരു കൺസോളിഡേഷൻ മോഡലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇതിന്റെ ക്യാൻഡിൽ കണ്ടില്ലേ, നമുക്ക് അവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. കണ്ടില്ലേ, ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് ആ സ്റ്റോക്ക് മുകളിലോട്ട് നിൽപ്പുണ്ട്. കൂടാതെ തന്നെ 200 EMAയിൽ സപ്പോർട്ടും എടുത്ത് നിൽപ്പുണ്ട്. നമ്മുടെ ടാർഗറ്റ് മിനിമം ഇത്ര വരും. അതിന്റെ മുകളിലുള്ളൊരു ഹൈയിലായിരിക്കും നമ്മുടെ ടാർഗറ്റ് നമ്മൾ വെക്കുന്നത്. ടാർഗറ്റും നമ്മുടെ എൻട്രി ഒക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളിത് ജസ്റ്റ് വാച്ച് ചെയ്താൽ മാത്രം മതി. എന്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് എങ്ങനെ എൻട്രി എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അടുത്ത സ്റ്റോക്കിൽ ഇതാ കണ്ടില്ലേ, അതും ഇതേ രീതിയിൽ കൺസോളിഡേഷൻ ആണ് ഇതിന്റെ ക്യാൻഡിൽ നിൽക്കുന്നത്. നമുക്ക് ട്രെൻഡ് ലൈനൊക്കെ വരച്ച് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതിന്റെ ആ ലാസ്റ്റ് ക്യാൻഡിൽ കണ്ടില്ലേ, ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പൊ ഇനി ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റോക്ക് കണ്ടില്ലേ. അടുത്ത സ്റ്റോക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു നല്ല രീതിയിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അത് 200 മൂവിങ് ആവറേജും അവിടെ ഉണ്ട്, അതോടൊപ്പം സപ്പോർട്ടും എടുക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് കണ്ടില്ലേ, നല്ലൊരു സ്റ്റോക്കാണ്. നല്ലൊരു കൺസോളിഡേഷൻ നിൽപ്പുണ്ട്. ഉടനെ തന്നെ ഒരു അപ്പ് മൂവ്മെന്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ നമ്മൾ സ്റ്റോക്കുകളൊക്കെ എടുത്ത് വരച്ച് കണ്ടില്ലേ, ഈ സ്റ്റോക്ക് കണ്ടില്ലേ, ഒത്തിരി വട്ടം സപ്പോർട്ട് നിൽപ്പുണ്ട്. ഈ സ്റ്റോക്ക് ഒന്ന് നിങ്ങൾ കറക്റ്റ് വാച്ച് ചെയ്യണം കേട്ടോ. ഇത് കാരണം ഇത് ഡൗൺ ട്രെൻഡ് പോവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം 200 EMA ക്രോസ് ചെയ്ത് താഴെ ഇറങ്ങിയിട്ട് ചെറിയ റീടെസ്റ്റ് പോലെ നിൽക്കുന്നതാണോ ഒന്നും അറിയാൻ സാധിക്കില്ല. എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യണം. ഇതാ കണ്ടില്ല, ഇനി നമുക്ക് നമ്മുടെ എൻട്രി അടയാളപ്പെടുത്താം. ഒരു സ്റ്റോക്കിൽ നമ്മുടെ എൻട്രി അടയാളപ്പെടുത്താം. കണ്ടില്ലേ, ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. റീസെന്റ് ഉണ്ടായിട്ടുള്ള ആ ഒരു വിക്കിന്റെ ഹൈയിലെ വേണം നമ്മുടെ എൻട്രി. അടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് പറയുന്നത് 200 മൂവിങ് ആവറേജ്. അവിടെ ഒരു 2-3 വിക്ക് കാണുന്നില്ലേ, അവിടെ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. കണ്ടില്ലേ, ആ 200 മൂവിങ് ആവറേജ് നിയറിലായിട്ടുള്ള ഒരു ലോ ഉണ്ട്, അവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ സ്റ്റോക്ക് എടുക്കുന്നു. നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്, അതായത് എൻട്രി എടുക്കണമെന്നല്ല, എൻട്രി പോയിന്റ് ലാസ്റ്റ് ക്യാൻഡിലിന്റെ മുകളിൽ, അതിന്റെ മുകളിലാണ് നമ്മുടെ എൻട്രി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് റീസെന്റ് ഉണ്ടായിട്ടുള്ള സെക്കൻഡ് ലോയിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. നമ്മുടെ ടാർഗറ്റ് ഏറ്റവും മേലുള്ള ഹൈ ഇതാകണ്ടില്ലേ, നമ്മുടെ ആ ട്രെൻഡ് ലൈൻ വരച്ചതിന്റെ അവിടെയുള്ള ഹൈയിലാണ് നമ്മുടെ ടാർഗറ്റ് വെക്കുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മുടെ എൻട്രി വരച്ചു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരച്ചു, നമ്മുടെ ടാർഗറ്റ് എല്ലാം വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുക്കണം? കണ്ടില്ലേ, നമ്മൾ വരച്ച പച്ച ലൈനിന് മുകളിൽ ക്യാൻഡിൽ ഓപ്പൺ ആയാൽ മാത്രമേ നമുക്കവിടെ നാളെ എൻട്രി ഉള്ളൂ. അതിന് താഴെ എത്ര ക്യാൻഡിൽ ഉണ്ടായാലും നമുക്കവിടെ എൻട്രി ഇല്ല. മനസ്സിലായല്ലോ. നമ്മൾ വരച്ച പച്ച ലൈൻ, അതായത് നമ്മുടെ എൻട്രി പോയിന്റിന് മുകളിൽ നാളെ ക്യാൻഡിൽ ഓപ്പൺ ആയാൽ മാത്രമേ നമുക്കവിടെ എൻട്രി ഉള്ളൂ. അതിന് താഴെ എത്ര ക്യാൻഡിൽ ഉണ്ടായാലും നമുക്കവിടെ എൻട്രി ഇല്ല. മനസ്സിലായല്ലോ. ഇതെല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിൽ വെക്കുക. ചാടിക്കേറി ട്രേഡ് എടുക്കരുത്. കാരണം പൈസ നമ്മുടെ പൈസയാണ്, ക്യാപിറ്റൽ നിങ്ങളുടെ ക്യാപിറ്റലാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ സംരക്ഷിക്കുക എന്നതാവണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ. ഓക്കെ.